ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസ്ഥാനം കണ്ടു, 6000 കോടി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാം കൂടെ വാങ്ങിച്ചേക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളാണെന്നാണ്. ഇവർ ഈ 6000 കോടി വാങ്ങിച്ചതിന് കുഴപ്പമൊന്നുമില്ല, അവർക്ക് ബാക്കി പ്രതിപക്ഷം വാങ്ങിയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതാ പ്രതിപക്ഷം? ഇവിടെ പ്രതിപക്ഷത്തില്ലാത്തവരും എല്ലാം വാങ്ങിയിട്ടുണ്ട് ഈ പണം. ഇത് ഞാൻ പറയുന്നത് ഒരു പാർട്ടി വാങ്ങിയതിൻ്റെ അല്ല, പക്ഷേ ഇത്രത്തോളം ഭീമമായ തുക ഈ BJP വാങ്ങിയിട്ട് ആർക്ക് കൊടുത്തു എന്ന് അവരൊന്ന് പറയണം. ഈ പണം, അതായത് ഇത്രത്തോളം, അതായത് ഈ ജനങ്ങളെ വഞ്ചിച്ചുള്ള 6800 കോടി രൂപ ഈ 2019 മുതൽ 2024 ആദ്യം വരെ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്തു? ഈ പൈസ ആർക്ക് കൊടുത്തു എന്നവരൊന്ന് പറയട്ടെ. അവർ MLA-മാരെ വിലയ്ക്ക് വാങ്ങാനും രാഷ്ട്രീയ പാർട്ടി പിളർത്താനും MP-മാരെ വിലയ്ക്കെടുക്കാനും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെ വിലയ്ക്കെടുക്കാനും അല്ല ഈ പണം ചെലവാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ ഉപയോഗം കിട്ടുന്നത്? ഓരോരുത്തരുടെ പോക്കറ്റിൽ ഈ പണം പോകുന്നതല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? അല്ലെ ഞങ്ങൾ ഇന്നത് ചെയ്തു, ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് ഇവരൊന്ന് പറയട്ടെ. അവർ പറയാൻ ഈ 6800 കോടി രൂപയുടെ കണക്കവരൊന്ന് പറയട്ടെ ഇത്രയുണ്ടെന്ന്. അപ്പോൾ 6000 കിട്ടിയേക്കുന്നതെന്ന്, 6000 കോടിയെ കിട്ടിയുള്ളെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അതിൽ 800 കോടി രൂപ വേറെ ആരണ്ട് അടിച്ചുകൊണ്ട് പോയെന്നാണ്. അതും അവർ പറയണം. അവർ ഇപ്പോഴും കള്ളമാണ് പറയുന്നത്. ഇനി മാത്രമല്ല, ED അന്വേഷണം നേരിടാൻ പോകുന്നവരോ അല്ലെങ്കിൽ ED അന്വേഷണം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ ആളുകളോ ആയിട്ടുള്ള കോർപ്പറേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്ന പണം, അവരെയാണ്. കാരണം അപ്പം എന്താണ്, ഈ ED എന്നുള്ള ഉമ്മാക്കിയെ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തി അവരുടെ ഇന്ന് പണം പിടിച്ചു പറിക്കുക, ഇതാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നല്ലത് പിച്ചാത്തി എടുത്ത് തെരുവിൽ നിന്ന് ആളുകളുടെ കഴുത്തിൽ കത്തി വെച്ച് വാങ്ങിക്കുന്നതല്ലേ. അതിന് തുല്യമായിട്ടാണ് ഈ ആളുകളല്ലല്ലോ, കോർപ്പറേറ്റ്സ് എന്ന് പറയുന്നവർ, അവർ ലീഗൽ എൻറ്റിറ്റി, ഒരു ലീഗൽ പേഴ്സൺ ആണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള വ്യക്തിയുടെ ഇന്ന് അവരുടെ കഴുത്തെ കത്തി വെച്ച് പണം വാങ്ങിക്കുക, അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരം മണി ലൂട്ടി ചെയ്യുന്ന വേറെ ഏതുണ്ട്? ഇത് ഭരിക്കുന്ന പാർട്ടി വാങ്ങുമ്പോൾ അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് അധികാരമൊന്നുമില്ല, എന്നാലും അവർക്കും കിട്ടിയിട്ടുണ്ട് പണം. പക്ഷേ ഇത് നമ്മൾ കാണേണ്ടത് ഇതാണ്, ഇത് ഈ പണം എങ്ങോട്ട് പോയി, എന്തിനു വാങ്ങി എന്നുള്ളത് അറിയണം. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതി പറഞ്ഞാൽ സീരിയൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു കഴിഞ്ഞാൽ കള്ളി വിളിച്ചതാവും. അത് വരട്ടെ, വരുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആരൊക്കെ എത്ര പിന്നെ വാങ്ങി എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. അതാണ് ഇനി വെളിച്ചത്ത് വരാനുള്ളത്. അത് വരണം, ആ വിവരം കിട്ടണം. ഇത് മനുഷ്യരെ, ആളുകളെ മനഃപൂർവ്വം ഈ ഇരട്ടത്ത് നിർത്താൻ, വോട്ടേഴ്സിനെ ഇരട്ടത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ഇന്ന് വോട്ട് വാങ്ങിയെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. അതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല നമ്മൾ ഈ കാണുന്നത്. ഏതായാലും വളരെ കഷ്ടമാണ് ഈ രാജ്യത്തോട്. ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആളുകൾക്ക് അറിയില്ല, ഒന്നും അത് ചിന്തിക്കത്തില്ല. ഇത് അന്ധമായ രാഷ്ട്രീയമാണ് പലരും നോക്കുന്നത്. BJP എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് കുറേ സംഘപരിവാർ പ്രസ്ഥാനക്കാർക്ക് അവർ വിചാരിക്കുന്നത് അത് അവർക്ക് ഏതാണ്ട് വലിയ ഗുണം കിട്ടുന്ന കാര്യമാണ്, നാടിന് ഏതാണ്ട് വലിയ പ്രയോജനമുള്ള കാര്യമാണ്. ഒരു പ്രയോജനവും നാടിനില്ല എന്ന് മാത്രമല്ല, നാട് മുടിക്കാൻ വേണ്ടിയാണ് ഇവരിറങ്ങിയേക്കുന്നത്. അല്ലെങ്കിൽ ഈ പണം ഇവർ തിരികെ കൊടുക്കണം. ഈ പണം ഇവർ തിരികെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻകം ടാക്സ് ജനങ്ങൾക്ക് കിട്ടും. അപ്പോൾ 20,000 കോടി രൂപയുടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ വരും? നമ്മളത് ചിന്തിക്കേണ്ടതാണ്. അതായത് നമ്മുടെ കേരളം വിലക്കെടുക്കാനുള്ള പണം കിട്ടും. അത് അത്രയും പണം ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് ഇവർ വാങ്ങിയെടുത്തേക്കുന്നത്. ഇത് വാങ്ങിയെടുത്തേക്കുന്നതൊന്നും നല്ലതിനല്ല. വല്ലവരെയും കൊല്ലാനും വെട്ടിക്കൊല്ലാനും അതുപോലെ പാർട്ടി പിളർത്താനും MP-മാരെ വിലയ്ക്ക് വാങ്ങിക്കാനും അല്ല MLA-മാരെ വിലയ്ക്ക് വാങ്ങിക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് ഉള്ള നേതാക്കളെ, അതായത് ധനമോഹികളായിട്ടുള്ള ആളുകളെ വിലക്കെടുക്കാനുമാണ്. അങ്ങനെ ഈ ഒഴുക്ക് നടക്കുന്നതെല്ലാം പണത്തിൻ്റെ പുറത്താണ്. അത് ഇതിനൊന്നും കണക്കില്ല. ഈ കൊടുക്കുന്നവൻ അതിൽ നിന്ന് കുറേ എടുത്തിട്ടായി കൊടുക്കുന്നത്. അത് ചോദിക്കാൻ ഒക്കത്തില്ല എത്ര കൊടുത്തത്, രഹസ്യമായിട്ടുള്ള ഇടപാടല്ലേ, ഇതിന് കണക്ക് പറയാനൊക്കത്തില്ലല്ലോ. പിന്നെ വഴിക്ക് വെച്ച് പണം ഓരോരുത്തരും ഇത് അറിയാവുന്ന ഒരു അതിൽ പെട്ട ആളുകൾ തന്നെ ഇത് പിടിച്ചു പറിച്ചുകൊണ്ട് പോകും. കോടിക്കണക്കിന് രൂപയാണ്. അതിനും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് അവൻ്റെ ഒന്നും വേർപ്പിൻ്റെ പണമല്ലല്ലോ, ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട പണമല്ലേ. ഈ കമ്പനികൾ, കോർപ്പറേറ്റ്സ് ജനങ്ങളെ കബളിപ്പിച്ചുണ്ടാക്കുന്ന പണം, അത് അവർ ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർക്ക് കൊടുക്കുന്നു. കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ടാക്സ് എക്സംഷൻ കിട്ടും. അല്ലെങ്കിൽ ടാക്സ് കൊടുക്കണം. മാത്രമല്ല പിന്നെ ഈയിടെ അന്വേഷണം അവരുടെ പേര് വരികയില്ല, ഒന്നും വരുന്നില്ല. ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ നിന്നൊക്കെ പണം വാങ്ങുമ്പോൾ ആലോചിക്കണം, ആരുടെ നിന്നാണ് പണം വാങ്ങുന്നതെന്നൊന്ന് ചിന്തിക്കണ്ടേ. ഇതെന്താണ് അയാൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യേണ്ടത്? നാട് മുടിക്കാൻ ചെയ്യുന്ന, നാടിൻ്റെ നട്ടലൊടിക്കുന്ന പണികൾ ചെയ്യുന്നവരുടെ നിന്നാണ് ഈ പണം വാങ്ങുന്നത് മുഴുവൻ. അപ്പോൾ അവർക്കെല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം. ഉപകാരസ്മരണയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഉപകാരസ്മരണ, അത് കൂടാതെ പിന്നെ ഭീഷണിപ്പെടുത്തി ഭയന്ന് കൊടുക്കുന്നത്, അങ്ങനെയാണ്.
ഇത് രണ്ടും നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഇനി സീരിയൽ നമ്പരൂടെ വെച്ച് വരട്ടെ. വരുമ്പോൾ ഇത് ആർക്കൊക്കെ ഏത് പണം ആർക്കൊക്കെ പോയേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വിവരം ജനങ്ങൾക്ക് കിട്ടും.